ലിയോസിൽ ഓണപ്പൂരം കൊടിയേറി മക്കളെ. ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 17 വരെ ഓഫറുകളുടെ പൊടിപ്പൂരം. ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള പണിക്കൂലി തികച്ചും സൗജന്യം. അപ്പൊ വേഗമാവട്ടെ, ഓണപ്പൂരം അടിപൊളിയാക്കാം. ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ. ചെറുതുരുത്തി കോഴിമാംപറമ്പ് പൂരത്തോടനുബന്ധിച്ചുള്ള കലാ സാംസ്കാരിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. പ്രശസ്ത വാദ്യകലാകാരൻ പൈങ്കുളം പത്മനാഭൻ നായർ ഈ വർഷത്തെ പൊൻചിലമ്പ് പുരസ്കാരത്തിന് അർഹനായി. മണ്ണത്ത് മുരളീധരൻ ഫൗണ്ടേഷൻ നൽകുന്ന മുരളീരവം പുരസ്കാരം ഡോക്ടർ വി ആനന്ദ് മോഹന് സമ്മാനിക്കും. മാർച്ച് 3 ക്ഷേത്ര പരിസരത്ത് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. കോഴിമാംപറമ്പ് പൂരത്തിന്റെ ഭാഗമായി ക്ഷേത്ര കലാ സാംസ്കാരിക സമിതി ഏർപ്പെടുത്തിയ പുരസ്കാരങ്ങൾ ഭാരവാഹികൾ പ്രഖ്യാപിച്ചു. വാദ്യകലാരംഗത്തെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് പ്രശസ്ത കലാകാരൻ പൈങ്കുളം പത്മനാഭൻ നായരെ 15,001 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പൊൻചിലമ്പ് പുരസ്കാരത്തിനായി തെരഞ്ഞെടുത്തത്. ഇതോടൊപ്പം നൽകുന്ന മണ്ണത്ത് മുരളീധരൻ ഫൗണ്ടേഷൻ 10,001 രൂപയുടെ മുരളീരവം പുരസ്കാരത്തിന് ഡോക്ടർ വി ആനന്ദ് മോഹൻ അർഹനായി. മാർച്ച് 3 വൈകിട്ട് 7:30 ക്ഷേത്രത്തിന് സമീപം നടക്കുന്ന പ്രൗഢമായ സാംസ്കാരിക സമ്മേളനത്തിൽ ക്ഷേത്രം ട്രസ്റ്റി നാരായണൻ നമ്പൂതിരിപ്പാട് പൊൻചിലമ്പ് പുരസ്കാരം സമ്മാനിക്കും. PNNM ആയുർവേദ കോളേജ് ഡയറക്ടർ സന്ധ്യ മുരളീരവം പുരസ്കാരവും വിതരണം ചെയ്യും. സമിതി ഭാരവാഹികളായ PG രതീഷ്, KK മുരളീധരൻ, മനോജ് തൈക്കാട്ട് എന്നിവർ അറിയിച്ചു. കോഴിമാംപറമ്പ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷത്തോടനുബന്ധിച്ച് 5-ാം വേല ദിവസം ഭഗവതിയുടെ നാമധേയത്തിലുള്ള പൊൻചിലമ്പ് പുരസ്കാരം ഈ വർഷം നൽകുന്നത് പ്രശസ്ത ചെണ്ട കലാകാരൻ പൈങ്കുളം പത്മനാഭൻ നായർക്കാണ്. 15,001 രൂപയും പ്രശസ്തി പത്രവും ആണ് അദ്ദേഹത്തിന് സമർപ്പിക്കുന്നത്. തുടർന്ന് ഉള്ളത് മുരളീരവം പുരസ്കാരം 10,001 രൂപയും പ്രശസ്തി പത്രവും വേദിയിൽ വെച്ച് നൽകുന്നു. ഈ പൊൻചിലമ്പ് പുരസ്കാരം ക്ഷേത്രം ട്രസ്റ്റി മണ്ണഴി നാരായണൻ നമ്പൂതിരിപ്പാട് പത്മനാഭൻ നായർക്ക് നൽകി ആദരിക്കുന്നു. അതോടൊപ്പം മുരളീരവം പുരസ്കാരം സന്ധ്യ മണ്ണത്ത് നൽകി അവരെ ആദരിക്കുന്നു. വളരെ പ്രശസ്തമായ കോഴിമാംപറമ്പ് ക്ഷേത്ര സന്നിധിയിൽ കോഴിമാംപറമ്പിന്റെ അമ്പലത്തിനോട് ചേർന്ന് നമ്മൾ പതിറ്റാണ്ടുകളായി നടത്തിവരുന്ന സാംസ്കാരികത്തിന്റെ ഈ വർഷത്തെ പരിപാടി കൂത്തകൂറിയിട്ടതിന്റെ പിറ്റേ ദിവസം 22-ാം തീയതി ആരംഭിക്കുകയും പൂരം വരെ നീണ്ടു നിൽക്കുന്ന വലിയൊരു പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഓരോ വർഷങ്ങളിലും 500-ൽ പരം കലാകാരികളാണ് പങ്കെടുക്കുന്നത്. അവർക്കെല്ലാവർക്കും നിറഞ്ഞ പ്രോത്സാഹനമാണ് നാട്ടുകാരും നമ്മൾ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും നൽകിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ പരിപാടികളും കണ്ടാസ്വദിക്കുന്നതിന് എല്ലാവരും ക്ഷണിക്കണം. അതുപോലെ തന്നെ 5-ാം വേല ദിവസം ഒരു മിനി പൂരമായ 5-ാം വേല കൊണ്ടാടുകയാണ്. അന്നേ ദിവസമാണ് സാംസ്കാരിക പരിപാടികൾ വെച്ചിരിക്കുന്നത്. പൂരം ദിവസമായ അന്നത്തെ ദിവസം നമ്മൾ നാടകം വെച്ചിട്ടുണ്ട്. ആക്ഷേപഹാസ്യ നാടകം, കല്യാണം എന്ന് പറഞ്ഞ നാടകം. അതുപോലെ തന്നെ മാർച്ച് 3-നാണ് പരിപാടി, നമ്മുടെ സാംസ്കാരിക സമ്മേളനം നടക്കുന്നത്.